ഇതുവരെ ആരും ചെയ്യാത്തൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് നിങ്ങളെല്ലാവർക്കും ഉള്ളതാണ്. 10th കഴിഞ്ഞവരാണെങ്കിലും 12th കഴിഞ്ഞവരാണെങ്കിലും ബിടെക്കിന് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ബിടെക് അല്ലാത്തൊരു കോഴ്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു ഡിഗ്രിയും പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും കറന്റ്ലി വർക്ക് ചെയ്യുന്നവരോ ഇയർ ഗ്യാപ്പ് വന്നവരോ അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് കാരണം ടെക് ഫീൽഡിലേക്ക് വരാൻ മടിയുള്ളവരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്ന് നമ്മളെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടെക് ഫീൽഡിലേക്ക് വരാനോ താല്പര്യമുള്ള എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത്. ഇതുവരെയായിട്ട് ആരും ചെയ്യാത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു മൈൻഡ് മാപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ ഓരോ ഏജ് വൈസ് നിങ്ങൾ ഓരോ ടൈമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഡിസിഷൻസും ആ ഓരോ ഡിസിഷനെ ബേസ് ചെയ്ത് നമ്മൾ ഓരോ പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ അറ്റ് ദ എൻഡ് നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൽ ടെക് ഫീൽഡിലേക്ക് വരാം എന്നുള്ളതാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോൻ്റെ പിന്നിലുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു മോർ ദാൻ ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജസ് സെയിം ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരാം, എനിക്കിപ്പം ഇത്ര വയസ്സായി, അല്ലെങ്കിൽ ഞാൻ വേറെ ഫീൽഡിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി എടുത്തിട്ടുണ്ട്, ബിടെക് കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടും ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പല കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ഉള്ളവർക്കും, അതുപോലെ 10th കഴിഞ്ഞ് എന്ത് ചെയ്യണം, 12th കഴിഞ്ഞ് എന്ത് ചെയ്യണം, കോളേജിൽ എങ്ങനെ പഠിക്കണം, എന്ത് ചെയ്താലാണ് ഇങ്ങനെ എത്തുക, എങ്ങനെയാണ് നല്ലൊരു സാലറി പാക്കേജിലേക്ക് എത്താൻ പറ്റുക, അപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരുന്നവരുണ്ട്. അപ്പോൾ ഈ എല്ലാ കാറ്റഗറീസിനുള്ള ഒരു സിംഗിൾ അൾട്ടിമേറ്റ് ഒരു മൈൻഡ് മാപ്പാണ് ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളതൊരു വിഷ്വലൈസ് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കുറച്ച് കാര്യം എന്ന് വെച്ചാൽ, ഒരു ക്വസ്റ്റ്യന് യെസ് ഓർ നോ ആൻസർ മാത്രമല്ല ഉള്ളത്, അതിന് മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഉണ്ട്. എപ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവണമെന്നില്ല, അതിന് മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് ഓഫ് കളേഴ്സ് ഉണ്ടാവും ഒരു ആൻസർ. ഇപ്പം ഡിഗ്രി ഉണ്ടെങ്കിലും ജോലി കിട്ടുന്നവരുണ്ട്, ഡിഗ്രി ഇല്ലാഞ്ഞിട്ടും ജോലി കിട്ടുന്നവരുണ്ട്, അതുപോലെ നല്ലോണം പഠിച്ച് നല്ല മാർക്ക് ഉണ്ടായിട്ടും ജോലി കിട്ടാത്തവരുണ്ട്, എന്നാലോ വേറെ ഫീൽഡിൽ നിന്നൊക്കെ വന്നിട്ട് കഷ്ടപ്പെട്ട് സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്തിട്ട് ഗൂഗിളൊക്കെ പോലത്തെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു സാധനമാണ് കറക്റ്റ് വേ, അല്ലെങ്കിൽ ഇങ്ങനെ പോയിക്കോ, ഇതാണ് ഏറ്റവും ശരിയായുള്ള വേ, അങ്ങനെ ഒരു ആൻസർ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാറ്റഗറീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ വരുന്ന എല്ലാ ബാക്ക്ഗ്രൗണ്ടും, നിങ്ങളുടെ ഏജും, ജീവിത സാഹചര്യത്തിനും, നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷനും, നിങ്ങളിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ടിനും മാച്ച് ആവുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ആൻസർ എല്ലാവർക്കും ഉള്ളതല്ല, ഇത് ഞാൻ നിങ്ങളെല്ലാവർക്കും എങ്ങനെ ഇത് ചിന്തിക്കണം, എങ്ങനെ ഇത് നിങ്ങൾ പ്രോസസ്സ് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു ടു മേക്ക് എ ഡിസിഷൻ. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനും, നിങ്ങൾക്ക് ഏതൊരു പ്രായത്തിലും, നിങ്ങൾ ഏതൊരു ഏജിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്താം, എങ്ങനെ നല്ല സാലറിക്ക് എത്താം എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു ഗൈഡ് മാപ്പൊക്കെ തരുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ള പോയിന്റ്, ഞാൻ എപ്പോഴും ഈ കമ്മ്യൂണിറ്റി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നല്ല ഹൈ സാലറി പാക്കേജ് കിട്ടുന്ന ഗൂഗിളും മൈക്രോസോഫ്റ്റും ആമസോണും മെറ്റയും അല്ലെങ്കിൽ ടിവോയും സൂമും മെർസിഡീസും ഇതുപോലത്തെ വലിയ വലിയ കമ്പനീസിൽ നിങ്ങൾക്ക് നല്ല സാലറി പാക്കേജ് കിട്ടുന്ന ജോബിന് ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു കമ്മ്യൂണിറ്റി അത്. നിങ്ങൾക്ക് അതല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, അത് ചെറിയ സാലറി ആണെങ്കിലും ഏതൊരു ഗ്രാമത്തിലെ കമ്പനിയാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്ക് അറിയില്ല. ബട്ട് നിങ്ങൾ നല്ലോണം ഡ്രീം ചെയ്യുന്നവരാണ്, നല്ല സാലറി പാക്കേജും നല്ലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യണം എന്നും അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ വീഡിയോസും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അപ്പം ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ മൈൻഡ് മാപ്പിൻ്റെ ചെറിയൊരു ഓർവ് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം. ഇതിൽ ഈ കളേഴ്സിൽ കാണുന്നതൊക്കെ നോട്ട്സ് ആണ്. ഈ നോട്ട്സ് നിങ്ങൾ എല്ലാവരും കമ്പൽസറി ആയിട്ട് വായിക്കേണ്ട ഒരു സാധനമാണ്. അത് എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഈ സാധനം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് അറൗണ്ട് 3 മണിക്കൂറിൻ്റെ അടുത്ത് എടുത്ത് ഇത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നല്ല എഫേർട്ട് എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ ലക്ഷ്യം എന്താ, നമുക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണം എന്നുള്ള. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെ നമുക്ക് അവിടെ എത്താം, അങ്ങനെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 10th ക്ലാസ് എന്നാണ്. പക്ഷേ ഈ 10th ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുന്നേ ഇതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ റിക്വയർമെൻറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഏതൊരു പാത്തിലൂടെ പോയി കഴിഞ്ഞാൽ, അതായത് ഇതിലാണ് കുറേ ഡയറക്ഷൻസ് വേണ്ടത്, ഇതിൽ ഏത് പോയി കഴിഞ്ഞാലും നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ യൂണിവേഴ്സൽ റിക്വയർമെൻ്റ് ഉണ്ട്. അതിന് ഞാൻ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ഫീൽഡിലേക്ക് വരണം, ഈ ടെക് ഫീൽഡിലേക്ക് വരണം, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഡെവലപ്പറോ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷണൽ പില്ലേഴ്സ് കമ്പൽസറി ആയിട്ട് എല്ലാവർക്കും അറിഞ്ഞു ഇരിക്കണം, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഇതൊരു ക്രൈറ്റീരിയയാണ്. ഈ ക്രൈറ്റീരിയ എല്ലാവരും എലിജിബിൾ ആയിരിക്കണം. ഓക്കെ, ഫസ്റ്റ് എന്താണ്, കോർ ടെക്നിക്കൽ സ്കിൽസ്. ഈ പറയുന്ന സാധനം ഇന്ന് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഫീൽഡിൽ വരാൻ പറ്റുമെന്നല്ല. നിങ്ങൾ ഈ ജേണിയിൽ നിങ്ങൾ ഈ ഒരു സ്കിൽസും ഈ കാര്യങ്ങൾ, ഈ ഫൗണ്ടേഷൻ പില്ലേഴ്സ് നിങ്ങൾ അക്വയർ ചെയ്തിരിക്കണം. അത് ചിലപ്പം പഠിക്കുന്ന സമയത്തേക്കാണ്, ചിലപ്പോൾ കോളേജിൽ നിന്നേക്കാണ്, ചിലപ്പോൾ വല്ല ബൂട്ട് ക്യാമ്പ് എന്നാവും, എന്തോ ആവും. ഓക്കെ, പക്ഷേ ഇത് നിങ്ങളുടെ ആ ഒരു ജേണിയിൽ ഇത് ഉണ്ടാവും. അതാണ് പോയിന്റ് കേട്ടോ. അപ്പം ഈ ജേണിയിൽ ഉണ്ടാവുന്ന മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണ്? കോർ ടെക്നിക്കൽ സ്കിൽസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, സോഫ്റ്റ് സ്കിൽസ്, പിന്നെ പോർട്ട്ഫോളിയോയും ഓൺലൈൻ പ്രസൻസും. അപ്പോൾ ഇതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് വരാം. പക്ഷേ ഈ ഒരു സാധനം എപ്പോഴും എല്ലാവരും നോക്കണം. ഇതിലെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ വേണം, എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്ക് നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. നമ്മൾ 10th ക്ലാസ്സിൽ നിന്നാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് നമ്മളെ മുന്നിലുള്ളത്. +2 സയൻസ് എടുക്കാൻ പറ്റും, +2 സയൻസ് അല്ലാത്ത കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് എന്തെങ്കിലും എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്യാൻ പറ്റും. ഓക്കെ, 3 ഓപ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ 3 ഓപ്ഷൻസ് ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് ആരെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ +2 സയൻസ് എടുത്ത് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതി ബിടെക് എടുത്ത് പോകാന്നുള്ളൊരു എല്ലാവർക്കും അറിയുന്ന ഒരു റൂട്ട് മാപ്പ് ഉണ്ട്. നമുക്ക് ആദ്യം അത് തന്നെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ +2 സയൻസിലേക്ക് ആദ്യം കവർ ചെയ്യാം. +2 സയൻസ് അപ്പോൾ തന്നെ നിങ്ങളെ ഏജ്, ഞാൻ ഇവിടെ സൈഡിൽ ഇതാ ഒരു ഏജിൻ്റെ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും 10th ക്ലാസ് കണ്ടോ, ഒരു 15ാം വയസ്സിൽ അവിടെ ഈ +2 കഴിയുമ്പോഴത്തേനും ഒരു 17-18 വയസ്സായി ഉണ്ടാവും. ഓക്കെ, ഇനി ഈ 17-18 വയസ്സിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻസ് ആണ് ഈ കാണുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം +2 സയൻസിലേക്ക് പോകാം. +2 സയൻസിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. ഈ സാധനം ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. കാരണം മാത്തമാറ്റിക്സ് ഇല്ലാതെ നിങ്ങൾ +2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് എന്തായാലും എടുക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ സ്കൂൾ ലെവലിലെ മാത്തമാറ്റിക്സ് നിങ്ങളെ തിങ്കിങ് പ്രോസസ്സിനും നിങ്ങളെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ പ്രായത്തിൽ നമ്മൾ മാത്സ്, അഡ്വാൻസ് മാത്സ് ഒക്കെ പഠിക്കുന്നത് നമ്മുടെ തലക്ക് നല്ലതാണ്. അതിന് കുറേ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഇവിടുത്തെ നമ്മൾ കവർ ചെയ്യുന്നില്ല. എനിവേസ് ഓക്കെ, അപ്പോൾ ഈ 3 ഓപ്ഷൻസാണ്. ഇനി ഈ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് എക്സാം അല്ലെങ്കിൽ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു റൂട്ട് മാപ്പാണ് ഈ വരച്ചിട്ടുള്ളത്. അപ്പോൾ എൻട്രൻസ് എക്സാം ഈ 2 കാറ്റഗറി ഓഫ് കോമ്പിനേഷൻ എടുത്തവർക്ക് എൻട്രൻസ് എക്സാം എഴുതാം. അല്ലാത്തവർക്ക് എൻട്രൻസ് എക്സാം എഴുതാതെയും നോൺ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതും ഏത് +2 പഠിച്ച ആർക്ക് വേണമെങ്കിലും നോൺ എഞ്ചിനീയറിംഗിലേക്കും പോകാൻ പറ്റും. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് നോൺ IT ആണ്. അതായത് നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് എടുക്കുന്നില്ല, BCAയും BSCയും എടുക്കുന്നില്ല, വേറെ ഏതെങ്കിലും ആർട്സോ കോമേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫീൽഡ് വിട്ട് വേറെ ഏത് ഫീൽഡിലേക്ക് പോകാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നോൺ IT ഫീൽഡിലേക്ക് പോയി. അപ്പോൾ 3 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക്. ഓക്കെ, എൻട്രൻസ് എക്സാം എഴുതാം, അല്ലെങ്കിൽ ഒരു നോൺ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോൺ IT ടെക്കായിട്ട് ബന്ധമില്ലാത്ത വേറൊരു ഫീൽഡിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ 3 ഓപ്ഷൻസാണ് ഈ സമയത്തുള്ളത്. അപ്പോഴും നിങ്ങൾ ഈ ഒരു 17-18 വയസ്സിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആണ്. എപ്പോഴും നമ്മളവിടെ എളുപ്പവഴി നോക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് എൻട്രൻസ് എക്സാം എഴുതിയുള്ള കഥ ആദ്യം പറയാം. ഓക്കെ, എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞാൽ ആകെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരും. നിങ്ങൾക്ക് എൻട്രൻസിൽ നല്ല മാർക്ക് ഉണ്ട്, റാങ്ക് നിങ്ങൾക്ക് BTECന് അഡ്മിഷൻ കിട്ടും. നിങ്ങൾക്ക് എൻട്രൻസ് ഒന്നും കിട്ടിയില്ല, നിങ്ങൾക്ക് BTECന് അഡ്മിഷൻ കിട്ടിയില്ല, നിങ്ങൾക്ക് വീണ്ടും BCA, BSc എടുക്കാം. ഓക്കെ, ഈ 2 ഓപ്ഷനുള്ള എൻട്രൻസ് എക്സാം എഴുതിയവർക്ക്. ഓക്കെ, നമുക്ക് ഇനി BTECനെ കുറിച്ച് പറയാം. ഇപ്പം തന്നെ കോഴ്സസ് കുറേ ഉണ്ട്. ഇപ്പം BTECകമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റാ സയൻസ്, പിന്നെ BTEC AI/ML, BTEC IT, BTEC കമ്പ്യൂട്ടർ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ട. കാരണം ഇതൊക്കെ ഒരു ഡൊമെയിൻ സ്പെസിഫിക് ആണ്. നമ്മളുടെ മെയിൻ OG സാധനം എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഈ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ സബ്സെറ്റാണ് ഈ കാണുന്ന എല്ലാ കമ്പ്യൂട്ടർ സയൻസിൻ്റെയും ഡൊമെയിൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡൊമെയിൻസ് അത്ര ഇഷ്ടമാണ്, ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഷുവറാണ് നിങ്ങൾ AI/ML ആണ് അടുത്തൊരു 5 to 7 വർഷം നിൽക്കാൻ പോകുന്നത്, ഈ ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ചൂസ് ചെയ്യാൻ കുഴപ്പമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ. ഇതിൽ ഇതിനാ സ്കോപ്പ് എന്ന് ചോദിക്കരുത്, കാരണം എല്ലാതും ഈക്വലി ലൈക്കലി ഞാൻ പറയുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എടുത്താൽ കുറച്ചുകൂടി നമുക്ക് ഒരു ഗ്യാരണ്ടി എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മാസ്റ്റേഴ്സ് ചെയ്യാൻ വല്ല അബ്രോഡ് പോയി അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഈ കോഴ്സ് അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ AI/ML പറഞ്ഞ കോഴ്സൊന്നും ചിലപ്പം അവരുടെ അപ്രൂവൽ ലിസ്റ്റിൽ ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് ഫീൽഡിലേക്ക് ഡൊമൈനിലേക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറാനും പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കോർ കമ്പ്യൂട്ടർ സയൻസ്, ഇത് കോറാണ്, കോർ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ പ്രിഫർ ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഇത് എടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ലൊരു കോളേജ് കിട്ടി, ഇപ്പോൾ IIT അല്ലെങ്കിൽ NIT കിട്ടി, അവിടെ ഇപ്പം CSIT അല്ലെങ്കിൽ CS/AI/ML ഉള്ള എനിക്ക് കോർ കമ്പ്യൂട്ടർ സയൻസ് കിട്ടുന്നില്ലെങ്കിൽ ഈ കമ്പ്യൂട്ടർ സയൻസ് AI/ML എടുത്താൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഏത് എടുത്താലും ടെക്നിക്കലി കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾ തല പോയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ കോർ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് BTEC എടുത്താലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോർ പ്രാക്ടിക്കൽ ഇന്റേൺഷിപ്സ്, DSA, ഹാക്കത്തോൺസ്, ഇവൻറ്റ്സ്, ഇതൊക്കെ ഈ ഒരു ജേർണിയിൽ വരും. നിങ്ങളുടെ ഈ പഠിത്തത്തിൽ, നിങ്ങളുടെ ഈ BTEC ജേർണിയിൽ ഈ കാര്യങ്ങളൊക്കെ വരും. ഈ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം BTEC പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിക്കേണ്ട, അല്ലെങ്കിൽ കോളേജിൽ ചിലപ്പോൾ പഠിപ്പിച്ച് തരണമെന്നില്ല, പക്ഷേ നിങ്ങൾ സ്വയമായിട്ടെങ്കിലും പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് കോർ ടെക്നിക്കൽ സ്കിൽസിലുള്ള സാധനം എന്താ? ഒന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എസ്പെഷ്യലി പഠിച്ചു തുടങ്ങുന്ന സമയം, അത് 10th നിന്നാണെങ്കിലും 11th 12th നിന്നാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കോഡിങ്ങിൽ ടെക്കിലേക്ക് വരാൻ തോന്നുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റാണ് ഞാൻ പ്രിഫർ ചെയ്യുക C++ഉം പഠിച്ചു കൊടുക്കുക. നിങ്ങളെ പ്രായം ഒരു
15ൻ്റെയും 21ൻ്റെ അടക്കമാണ് നിങ്ങൾ കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ കോളേജിൽ പഠിത്തം തുടങ്ങി, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ സിയും C++ എന്തായാലും പഠിക്കുക. ഇത് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സ്, എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് നമ്മൾ ഹാർഡ്വെയർ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, എന്താണ് ആക്ച്വലി ഈ പ്രോഗ്രാമിംഗ് കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സിയും C++ഉം പഠിച്ചു തുടങ്ങുക. പിന്നെ അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ വേറെയുള്ള ഏതെങ്കിലും ഒരു 1-2 പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ യൂസ് കേസിന് സ്യൂട്ടബിൾ ആവുന്ന പഠിക്കുക. അപ്പോൾ നിങ്ങൾ AML ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരുടെ പൈത്തൺ പഠിക്കേണ്ടി വരും. നിങ്ങൾ വെബ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ്, എൻ്റർപ്രൈസിൽ ആൻഡ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ജാവ, അല്ലെങ്കിൽ പെർഫോമൻസ് ഗെയിം ഡെവലപ്മെൻറ്റ്, സിസ്റ്റം സൈബർ സെക്യൂരിറ്റി, അങ്ങനെ C++, C#, അങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. എന്താണെങ്കിലും എല്ലാത്തിനും ഫണ്ടമെൻ്റൽ ആയിട്ട് സാധനം എന്താ, നിങ്ങൾ വേരിയബിൾസ് എന്താ, ഡാറ്റ ടൈപ്സ് എന്താ, സ്ട്രക്ചേഴ്സ് എന്താണ്, ഫംഗ്ഷൻസ്, സൂപ്സ്, കൺസെപ്റ്റ്സ്, ഇപ്പോൾ ഇതൊക്കെ എന്തായാലും അറിഞ്ഞിരിക്കും. ഓക്കെ. രണ്ടാമത്തെ DSA, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആൽഗോരിതം. നമ്മുടെ ചാനൽ കംപ്ലീറ്റ്ലി DSA ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ DSA എത്രത്തോളം ഇമ്പോർട്ടൻ്റ് അറിയാലോ. ഇത് നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷണൽ പില്ലേഴ്സാണ്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് DSA. അതിൽ ഈ അരേ, ലിങ്ക് ലിസ്റ്റ് കാര്യങ്ങളുണ്ട്, സോർട്ടിങ്, ഡൈനാമിക് പ്രോഗ്രാം റിഗ്രഷൻ, ബിഗ് നോട്ടേഷൻ, ഇതിനെക്കുറിച്ച് ഞാൻ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ, ആ പ്ലേലിസ്റ്റ് തന്നെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഫുൾ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് കോളേജിൽ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് മൊത്തം ഞാൻ തീർത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വെർഷൻ കൺട്രോൾ സിസ്റ്റം എന്താ നോക്കുക, ഗിറ്റ് ഹബ് കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പ്രൊജക്ട്സ് ചെയ്യുന്നവരാണെങ്കിൽ പിക്സൽ പീപ്പോ അല്ലെങ്കിൽ ഫുഡ് സ്നാപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഗിറ്റും ഗിറ്റ് ഹബൊക്കെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ റിക്വയർമെൻറ്റ് തന്നെ അതാണ്. അപ്പം ഇതിൽ പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും അതിൽ പുഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. പിന്നെ ഡാറ്റാ ബേസസ് 2 ടൈപ്പ് ഉണ്ട്, SQL, NoSQL. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് ഓരോന്ന്, SQL ഒന്ന്, MySQL അല്ലെങ്കിൽ NoSQL, MongoDB, ഇത് രണ്ടിൽ ഓരോന്ന് വെച്ച് എന്തായാലും പഠിച്ചിരിക്കണം. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ്, ലിനക്സ് കമാൻഡ്സ്, ബാഷ് കമാൻഡ്സ് കാര്യങ്ങൾ, അതുപോലെ ത്രെഡ് പ്രോസസ്സസ്, മെമ്മറി മാനേജ്മെൻറ്റ്, പാരലൽ പ്രോസസ്സിങ്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നല്ലോണം പഠിക്കുക, മനസ്സിലാക്കുക. നെറ്റ്വർക്കിംഗ് പഠിക്കുക. അതിൽ IP അഡ്രസ്സസ്, സബ്നെറ്റ്സ് എന്താണ്, DNS എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്, DNS റെക്കോർഡ്സ് എന്താ, HTTP, HTTPS, TCP, IP പ്രോട്ടോകോൾസ്, OSI ലെയേഴ്സ്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ പഠിച്ചേക്കുക. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്താണെന്നോ ഇതിനെക്കുറിച്ചൊക്കെ ഒരു കുഞ്ഞ് വീഡിയോ കണ്ടാൽ മതി, എന്തൊക്കെയാണ് സാധനം. പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ്, നമ്മൾ എഞ്ചിനീയറിംഗ്സിന് ഒരു 80% വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡീബഗിങ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ്, എൻ്റെ ടൂൾസ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കോർ ടെക്നിക്കൽ സ്കിൽസ്. ഇതെല്ലാവരും നിങ്ങളെ BTech ജേർണിയിൽ അല്ലെങ്കിൽ കോളേജ് ജേർണിയിൽ ഞാൻ പറയാൻ പോകുന്ന എല്ലാത്തിലും ഇത് ഞാൻ ഇവിടെ പറയുന്ന അവിടെ ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം കമ്പൽസറി ആയിട്ട്. യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും, വല്ല കോഴ്സ് എടുത്തിട്ടാണെങ്കിലും, മെൻറ്റർഷിപ്പ് എടുത്തിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ എവിടെ പോയിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഇത് സെൽഫ് സ്റ്റഡിയാണ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ കോളേജ് പഠിപ്പിച്ച് തരുന്നില്ലല്ലോ, ആരും പഠിപ്പിച്ച് തരാൻ പോകുന്നില്ല, സ്വയമായിട്ട് ഇരുന്ന് പഠിക്കുക. ഓക്കെ. ഇനി രണ്ടാമത്തേത്, ഈ നമ്മളിപ്പോൾ പഠിച്ച ഈ കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് അറിയാം എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടാക്കുകയാണ് ഇനി വേണ്ടി. അതിനാണ് ഈ ബിൽഡിംഗ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളിപ്പോൾ ഗൂഗിളിലും മൈക്രോസോഫ്റ്റിലൊക്കെ ഫ്രഷേഴ്സിന് ജോബ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടാവും 1 year ഓഫ് കോഡിംഗ് എക്സ്പീരിയൻസ് എന്നുള്ള, അല്ലെങ്കിൽ 1 year ഓഫ് എന്താ പറയുക പ്രൊഡക്റ്റ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് എന്ന് അവർ എഴുതിയിട്ടുണ്ടാവും ഫ്രഷേഴ്സിന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ 1 year എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത് ജോലി ചെയ്ത എക്സ്പീരിയൻസ്, പക്ഷേ ജോലിയില്ല, ഈ എക്സ്പീരിയൻസ് ആണ് അവർക്ക് വേണ്ടി. അതായത് നമ്മളൊരു കാര്യം പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. അപ്പോൾ എന്താ, പേഴ്സണൽ പ്രോജക്ട്സ് ചെയ്യാം. എന്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റാബേസിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്തേ മതിയോ. പ്രൊജക്ട്സ് ചെയ്യാതെ പഠിക്കാൻ കഴിയില്ല. ഓക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി പേഴ്സണൽ പ്രൊജക്ട്സ് ചെയ്യുക. ചെറുതെന്ന് തുടങ്ങുക, വല്ല കാൽക്കുലേറ്ററോ കാര്യങ്ങളോ ഉണ്ടാക്കി തുടങ്ങുക, എന്നിട്ട് വലിയ വലിയ പ്രൊജക്ട്സിലേക്ക് എത്തുക. ഓക്കെ. നമ്മളെ പ്ലാറ്റ്ഫോമിലുള്ള പ്രൊജക്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, എത്രത്തോളം വലുതാക്കി നമുക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നത്. അതുപോലെ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷനിൽ നിങ്ങളെ സ്കില്ല് അത്രയും അടിപൊളിയാണെന്ന് വിളിച്ച് പറയാൻ പറ്റിയൊരു സാധനമാണ് ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ. പിന്നെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ BTech പഠിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങളെ ലാസ്റ്റ് ഇയർ ഇൻറ്റേൺഷിപ്പിന് പോവുക. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, നോക്കുക. പിന്നെ ഹാക്കത്തോൺസ്, കോഡിംഗ് ചാലഞ്ചസിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ നമ്മളെ പ്ലാറ്റ്ഫോമിലുള്ള ഹാക്കത്തോൺസ് ഉണ്ട്, പിക്സൽ പീപ്പും ഫുഡ് സ്നാപ്പ് ഒക്കെ പോലത്തെ. അതുപോലെ കോഡിംഗ് ചാലഞ്ചസ് ഉണ്ട്, ഇപ്പോൾ ഹാക്കർ റാങ്കിൽ, ലീഡ് കോഡിലും ഉണ്ട്. പിന്നെ AML താല്പര്യമുള്ളവരാണെങ്കിൽ കേകളിൽ പോയി കഴിഞ്ഞാലും ഇഷ്ടം പോലെ ഇവൻറ്റ്സ് ഉണ്ട്, അപ്പോൾ പങ്കെടുക്കുക. അതുപോലെ ചിലവർക്ക് മാത്രം പറഞ്ഞുള്ള സാധനമാണ് ഫ്രീലാൻസിങ്. അപ്പോൾ ഫ്രീലാൻസിങ് താല്പര്യമുള്ളവരാണ് ഫ്രീലാൻസിങ്ങിന് കൊടുക്കുക. ക്ലയൻസിനും കാര്യത്തിനൊക്കെ ഹാൻഡിൽ ചെയ്ത് ഡീൽ ചെയ്ത് നിങ്ങൾ നല്ലൊരു പോർട്ട്ഫോളിയോ അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക. ഓക്കെ. ഇതൊരു ഓപ്ഷണൽ സാധനമാണ്, ഫ്രീലാൻസ് ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ 2 കാര്യം നമ്മൾ കവർ ചെയ്തു നമ്മളെ ഫൗണ്ടേഷൻ പില്ലേഴ്സിൽ. മൂന്നാമത്തെ ഫൗണ്ടേഷൻ പില്ലറാണ് സോഫ്റ്റ് സ്കിൽ. സോഫ്റ്റ് സ്കിൽ ഇല്ലാതെ നമുക്ക് എത്ര നോളജ് ഉണ്ട്, എത്ര ബുദ്ധിയും വിവരവും അറിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ജോലിയും കിട്ടൂല, നമ്മളാർക്കും വേണ്ടാതെയാവും. കാരണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇത് ഷെയർ ചെയ്യാനോ പറ്റാതാവും. അപ്പം സോഫ്റ്റ് സ്കില്ലിൽ ഒന്നാമത്തെ സാധനമാണ് പ്രോബ്ലം സോൾവിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും. ഇതെങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, DSA പ്രോബ്ലംസ് ചെയ്യാം. ഞാൻ പറഞ്ഞു DSA ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് ഒക്കെ ഇമ്പ്രൂവ് ആവും. ഇനി ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് DSA ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഈ DSA ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾ എങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ തോട്ട് പ്രോസസ്സേ നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക. അതുപോലെ അവർ ചോദിക്കും നമ്മുടെ ടീം വർക്ക് സ്കിൽ എങ്ങനെയുണ്ട്, നമ്മുടെ കൊളാബറേഷൻ സ്കിൽ എങ്ങനെയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പ്രൂവ് ചെയ്യാനാണ് നേരത്തെ പറഞ്ഞ ഓപ്പൺ സോഴ്സ് കോൺട്രിബ്യൂഷൻ, ഹാക്കത്തോൺസിൽ ടീമായിട്ട് പങ്കെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അഡാപ്റ്റബിലിറ്റി ആൻഡ്
കണ്ടിന്യൂസ് ലേണിംഗ് ഇത് നമ്മളെ ലൈഫിൽ എന്നും വേണ്ട കാര്യമാണ്. അത് ഈ ഫീൽഡിനെന്നല്ല നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനിപ്പോഴും കറൻ്റ്ലി കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക, കുറേ കോഴ്സസ് ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഞാനും പഠിക്കുന്നുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസേഷൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്കില്ലാണ് ഇതൊക്കെ. നമ്മളെ സമയം നമുക്ക് ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എല്ലാവരും പറയുന്ന കംപ്ലയിൻ്റ് ആണ്, എനിക്ക് സമയമില്ല, എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റും, എവിടെ ഇതിന് സമയം. ഞാൻ തന്നെ ഇപ്പോഴും എനിക്ക് വർക്ക് ഉണ്ട്, ഈ വീക്ക് കൊണ്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യാനുണ്ട്, കുറേ സ്റ്റുഡൻസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്, അതിന് പുറമെ ഫൈനാൻസ് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ, ട്രാവലിങ്, ഇനി കുറേ കാര്യങ്ങൾ എനിക്കുണ്ട്. അപ്പം എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. നമുക്ക് 24, ഇലോൺ മസ്കിന് 24, നിങ്ങൾക്കും 24 മണിക്കൂർ ഒക്കെ അതേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ടൈം നല്ലോണം മാനേജ് ചെയ്യുക, കലണ്ടർ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബെറ്റർ ആക്കുക. പിന്നെ കുറച്ച് അറ്റൻഷൻ ടു ഡീറ്റെയിൽ കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊക്കെ നല്ല അറ്റൻഷൻ കൊടുത്ത് അതിന് ഫുൾ ഡെഡിക്കേഷനിലൂടെ കാര്യങ്ങൾ ചെയ്യുക. വെറുതെ കോപ്പി പേസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ ശരിക്കും അതിൻ്റെ എന്താ പറയുക കുത്തും കോമിയും നോക്കി കാര്യങ്ങൾ ചെയ്യാറില്ല, അങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ ഡോണ്ട് ഗിവ് അപ്പ്, റെസിലിയൻസ് ആൻഡ് പ്രസൻറ്റ്. അതായത് നമ്മൾ എത്ര തോൽവികൾ കണ്ടാലും, എത്ര അതൊന്നും നടക്കണില്ല, മടുത്ത് എത്ര ചെയ്തിട്ടൊന്നും നടക്കണില്ല എന്ന് തോന്നി കഴിഞ്ഞാലും അത് വിടാതെ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. ഓക്കെ. ഇനി 4ാമത്തെ ഫൗണ്ടേഷൻ പില്ലറാണ് നമ്മുടെ പോർട്ട്ഫോളിയോ. അതായത് നമുക്ക് 4 പോർട്ട്ഫോളിയോ വേണം, അല്ലെങ്കിൽ 4 സാധനം വേണം. നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ എത്രത്തോളം അടിപൊളിയാണ്, നമുക്ക് എത്രത്തോളം സ്കില്ലുണ്ടെന്ന് അറിയിക്കാൻ. അതെന്തൊക്കെയാണ്? ഗിറ്റ്ഹബ് പ്രൊഫൈൽ, അതിലാണ് നിങ്ങളെ പ്രൊജക്ട്സ് കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യാൻ പോകുന്നത്. ലിങ്ക്ഡിൻ പ്രൊഫൈലാണ് നിങ്ങളെ ഓൺലൈൻ പ്രസൻസ് അറിയിക്കാൻ പോകുന്നത്. നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും വിളിച്ച് പോകാനുള്ള സ്ഥലമാണത്. നല്ലപോലെ അത് നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ ഈസ് എ വെരി പവർഫുൾ ടൂൾ. പിന്നെ ഒരു ഓപ്ഷനായിട്ട് സാധനമാണ് പേഴ്സണൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ബ്ലോഗ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ചെയ്യാം. 4ാമത്തത് നമ്മൾ ഡെഫിനറ്റ്ലി റെസ്യൂമേ വേണം. അപ്പോൾ റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വീഡിയോയും കാര്യം ചെയ്തത്. ഓക്കെ. അപ്പോൾ ഈ 4 സാധനമാണ് നമ്മുടെ ഫൗണ്ടേഷൻ പില്ലേഴ്സ്. കോർ ടെക്നിക്കൽ സ്കില്ല്, ബിൽഡിംഗ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് അഥവാ പ്രൊജക്ട്സ്, പിന്നെ എസെൻഷ്യൽ സോഫ്റ്റ് സ്കിൽസ്, പിന്നെ പോർട്ട്ഫോളിയോ. ഓക്കെ. അപ്പം ഈ സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ ബിടെക് ലൈഫിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് ഉണ്ടാക്കേണ്ടത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ബിടെക് CSE പഠിക്കണ സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നുള്ള ഓപ്ഷൻ എന്താ? നിങ്ങൾക്ക് ജോബ് പ്രിപ്പറേഷൻ തുടങ്ങാം. പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ ജോബിന് പ്രിപ്പയർ ചെയ്യാം. 3 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഒന്നിൽ കോളേജിലെ പ്ലേസ്മെൻറ്റ് ഉണ്ടോ, അപ്പോൾ പ്ലേസ്മെൻറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ് കിട്ടും. നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് ഓഫ് ക്യാമ്പസിന് അപ്ലൈ ചെയ്യുന്നു, റെസ്യൂമൊക്കെ നിങ്ങൾ അത്രയും അടിപൊളിയായതുകൊണ്ട് നിങ്ങൾക്ക് കോൾ വരുന്നു, നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു, നമ്മളെ വീഡിയോസൊക്കെ കണ്ട് പഠിച്ച് DSA ഒക്കെ ക്രാക്ക് ചെയ്ത് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ് കിട്ടുന്നു. 3ാമത്തെ ഓപ്ഷൻ എന്താ? നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിക്കാണ്ട് ഒന്നിൽ MTech എടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അബ്രോഡിൽ പോയിട്ട് MSc പഠിക്കുന്നു. അങ്ങനെ നിങ്ങൾ പഠിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലിയിലേക്ക് കയറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് PhD പഠിക്കാൻ പോവാം. PhD പഠിച്ചിട്ട് നിങ്ങൾക്ക് അഗെയിൻ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും റിസർച്ചറോ അല്ലെങ്കിൽ ജോബിനൊക്കെ ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറൊക്കെ ആയിട്ട് കയറാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഡോക്ക് ചെയ്യാൻ പോകാം. അങ്ങനെ പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വരാം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏജ് ഏകദേശം 26 to 33 ഇയേഴ്സ് ആയി ഉണ്ടാവും വയസ്സ്. ഓക്കെ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു 21-25 നിങ്ങളെ ഫസ്റ്റ് ജോബ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. ഒരു 26-33 നിങ്ങൾ PhDയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ജോബിൽ ലാൻഡ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു ഐഡിയൽ റോഡ് മാപ്പ് എന്ന് പറയുന്നത് ഫോർ സംവൺ ഹു ഡിഡ് കമ്പ്യൂട്ടർ സയൻസ് BTech ചെയ്തവർക്ക്. ഓക്കെ. അപ്പോൾ ഈ ഒരു റോഡ് മാപ്പ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. ഇതൊരു സേഫ് ഓപ്ഷൻ ആണ്. കാരണം ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇപ്പം ഇവിടെ എവിടുന്ന് എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇതിൽ ഏതൊരു ഫീൽഡിലേക്ക് പോകാം. പിന്നെ ഞാൻ താഴത്ത് ഇവിടെ നോട്ട്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡൊമെയിനിലേക്ക് പോകാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഒരു വൺസ് യു ആർ എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നിങ്ങളെപ്പോഴും ഒരു ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ, ഞാൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക. ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ സ്റ്റാക്കിന് ഫോക്കസ് ചെയ്യണോ, അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഫോക്കസ് ചെയ്യണോ, ഫ്രണ്ട് എൻഡ് ആവണോ, സൈബർ സെക്യൂരിറ്റി ആണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും തലപ്പുണ്ടാക്കുന്നത് കണ്ടിട്ടാണ്. പക്ഷെ അങ്ങനെയല്ല ആലോചിക്കേണ്ടത്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പൊസിഷനാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയതിനു ശേഷം ആ കമ്പനിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ കേസിലാണ് എനിക്ക് ഫ്രണ്ട് എൻഡ് ഇഷ്ടമല്ല, എനിക്ക് സൈബർ സെക്യൂരിറ്റി ഇഷ്ടമല്ല, ഗെയിം ഡെവലപ്മെൻറ്റ് ഇഷ്ടമല്ല, എംബഡഡ് ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എനിക്ക് പറയാം, ഓക്കെ എനിക്ക് ഈ വക കാര്യങ്ങൾ ഇഷ്ടമില്ല, ബാക്കിയുള്ളതിലൊക്കെ എനിക്ക് താല്പര്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഓപ്ഷൻസ് ഓപ്പൺ ആണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം, എനിക്ക് ബാക്ക് എൻഡ് ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാം, എനിക്ക് മെഷീൻ ലേണിങ്ങോ AI എഞ്ചിനീയറോ എന്തുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ എനിക്ക് കൂടുതൽ ജോബിനുള്ള സ്കോപ്പും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് അവിടെ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങളും അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ഫുൾ സ്റ്റാക്കാണ് അതുകൊണ്ട് ഞാൻ ഫുൾ സ്റ്റാക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. ഓക്കെ. കാരണം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഈ പറഞ്ഞ ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ ആ 4 പില്ലേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏത് ജോലിയും ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി നിങ്ങൾക്ക് വൺസ് യുവർ ഇൻ എ ഗുഡ് കമ്പനി, അപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം നിങ്ങൾ ആമസോണിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ടിവോ പോലത്തെ കമ്പനിയിൽ, സൂമിൽ അല്ലെങ്കിൽ മെർസിഡീസിൽ ഇങ്ങനത്തെ കമ്പനീസിൽ ഇൻ്റർവ്യൂ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻ്റർവ്യൂ ലാസ്റ്റ് റൗണ്ടിൽ നമ്മൾ HR ഇതൊക്കെ കഴിഞ്ഞ് ഹയറിംഗ് മാനേജേഴ്സിൻ്റെ റൗണ്ടിൽ എത്തുമ്പോൾ നമ്മളോട് ചോദിക്കും നമുക്ക് എന്തിലാണ് താല്പര്യം. നമുക്കത് പറഞ്ഞ് നമുക്ക് അതിനനുസരിച്ച് ജോബ് ഓപ്പണിംഗ് അവിടെ കിട്ടും. കാരണം വലിയ വലിയ കമ്പനീസിൽ അത്രയും ഓപ്പണിങ്സും ഉണ്ട്, അത്രയും പൊസിഷൻസും ഉണ്ട്. അവർ നമുക്ക് തരും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ സെറ്റാക്കി തരും. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ഇത് ഓപ്പണിങ്ങിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാനും പറ്റും. ഓക്കെ.
അപ്പോൾ അത്രയും ഓപ്പണിങ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ എപ്പോഴും ജോബിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ, ജോബിന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്സ് വൺസ് യുവർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ യു ക്യാൻ ബി എനി ഓഫ് ദീസ് തിങ്സ്. ഓക്കെ, ഇവിടെ ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, എ ഒക്കെ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ താഴത്ത് ജോബ് സെർച്ച് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നും കൂടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ബിടെക് കഴിഞ്ഞു. ബിടെക് ഇനി ചെയ്യാതെ നമുക്ക് ഇങ്ങനെ പറയാം, എൻട്രൻസ് എക്സാം ഒന്നും എഴുതിയിട്ട് കിട്ടിയില്ല, അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ഫീൽഡ് എടുത്താൽ നമ്മൾ BCA BSc എടുക്കാൻ പറ്റുന്ന ആൾക്കാരെ വിചാരിക്കുക. നിങ്ങൾ BCA BSc കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അഗെയിൻ നിങ്ങളിവിടെ ഫൗണ്ടേഷണൽ കോഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് നിങ്ങൾ സെൽഫായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് കവർ ചെയ്തേ മതിയോ. അപ്പം ഈ 4 പില്ലേഴ്സ് നിങ്ങൾ ഇവിടെ കവർ ചെയ്യണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പറഞ്ഞ ഈ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഈ BTech BCA നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ കോളേജ് കഴിഞ്ഞിട്ട് ഇത് ചെയ്തിട്ടില്ല, കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ ഈ മൈൻഡ് മാപ്പിൽ വരുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലായി എപ്പോഴാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ BCA BSc എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സെയിം, നിങ്ങൾ ആ കോളേജിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബ് പ്രിപ്പറേഷനും മാസ്റ്റേഴ്സിനും പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നേരെ ഓഫ് ക്യാമ്പസ് അല്ലെങ്കിൽ ഓൺ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ MCA എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അബ്രോഡിൽ പോയിട്ട് MSc എടുക്കാനും നിങ്ങൾക്ക് പറ്റും. എന്നിട്ട് ഈ മാസ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhD റൂട്ടിലും പോകാൻ പറ്റും, ജോബിനും പോകാം, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫ് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി കഴിഞ്ഞാൽ ജോബിനും കയറാം. ഓക്കെ, അപ്പം അഗെയിൻ 2 കാര്യം നമ്മളിപ്പോൾ തീർത്തു. 2 പേരും കോളേജിൽ പഠിച്ചവരാണ്, BTech എടുത്ത് കോളേജിൽ പോയവരുണ്ട്, BC എടുത്ത് കോളേജിലും പോയവരുണ്ട്. 2 പേർക്കും ജോബും കിട്ടും. ഓക്കെ, ഇവിടെ ആകെയുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ BTechനുള്ളവർക്ക് കുറച്ചും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇവർക്ക് ഇന്റേൺഷിപ്പിന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇന്റേൺഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഇവർക്ക് ആ ജോബ് ഫുൾ ടൈം കൺവേർട്ട് ആവാനും ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതും ഇവിടെ ഞാൻ എഴുതുക. BTechനുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഇന്റേൺഷിപ്പ് കിട്ടും. ഇന്റേൺഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ ഫുൾ ടൈം ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റിയും ഭയങ്കര കൂടുതലാണ്. ഓക്കെ, പിന്നെ സാലറി വൈസ് വലിയ ഡിഫറൻസ് ഇല്ല, പക്ഷെ എന്നാലും ഇവർക്ക് നെഗോഷിയേറ്റിംഗ് പവർ കുറച്ചും കൂടുതലാണ്. BCA ചെയ്തവരെക്കാളും കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ MCA ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വീണ്ടും സെയിം ലെവലിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ BSc കഴിഞ്ഞു, BTechും കഴിഞ്ഞു. നമുക്ക് മേലോട്ട് വരാം. +2 എഞ്ചിനീയറിംഗും അല്ല നോൺ എഞ്ചിനീയറിംഗും എടുക്കാതെ നമ്മൾ കംപ്ലീറ്റ്ലി നോൺ IT ഫീൽഡിലേക്ക് പോയത്. ഈ നോൺ IT ഫീൽഡ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ മെഡിസിന് പോയവരുണ്ടാവും, BDSന് പോയവരുണ്ടാവും, ചിലപ്പോൾ കൊമേഴ്സ് എടുത്ത് പോയവരുണ്ടാവും, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പോയവരുണ്ടാവും. അങ്ങനെ പല നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ടെക് ഫീൽഡിന് ബന്ധമില്ലാത്ത വേറെ എന്തെടുത്ത് പോയവരും ഇവിടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അവരൊക്കെ ഞാൻ ഈ നോൺ IT കാറ്റഗറിയിൽ എടുത്തിട്ടുണ്ട്. ഈ നോൺ ITയിൽ ഞാൻ ഇപ്പം ഈ പ്രായത്തിലുള്ള, അതായത് ഈ +2 കഴിഞ്ഞവരെ മാത്രമല്ല ഇപ്പം കൺസിഡർ ചെയ്യുന്നത്, ഇപ്പം കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ 30 വയസ്സോ 40 വയസ്സോ എന്തോ ആവട്ടെ, നിങ്ങൾ വേറെ ഫീൽഡിൽ നിന്ന്, എനിക്കിപ്പോൾ ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ കറൻ്റ്ലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, കറൻ്റ്ലി ഞാനൊരു ഡിസൈനറാണ്, അല്ലെങ്കിൽ കറൻ്റ്ലി ഞാനൊരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ ITയിലേക്ക് വരാമെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. വയസ്സ് 40 ആയവരുണ്ട്, 45 ആയവരുണ്ട്, 30 വയസ്സായവരൊക്കെ ചോദിക്കണം. അപ്പോൾ എല്ലാവർക്കും അവർക്ക് +2ൽ IT എടുക്കാത്തവർ, അല്ലെങ്കിൽ കോളേജിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT ഒന്നും എടുക്കാതെ വന്നത്, അപ്പോൾ എല്ലാവരും ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നോൺ IT, പക്ഷേ നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഉണ്ട്, ആ എഡ്യൂക്കേഷൻ ഉള്ളവരാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരാണ്, പക്ഷേ IT അല്ല. അപ്പോൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സെൽഫ് സ്റ്റഡിയാണ് ഇവിടെ മെയിനായിട്ട് നിങ്ങളുടെ കേസിൽ നടക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ വേറൊരു ഫീൽഡിൽ നിന്ന് അപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങളെ പ്രായം എന്തും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, അറ്റ് എനി ഏജ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരാം. ഓക്കെ, നിങ്ങൾ വന്ന് നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യാൻ പോവാണ്. സെൽഫ് സ്റ്റഡി ചെയ്യുന്നത് എന്താ, സെയിം സാധനം, മറ്റുള്ളവർ എന്താണോ പഠിച്ച സെയിം സാധനം നമ്മൾ ആ ഫൗണ്ടേഷണൽ പില്ലേഴ്സ്. ഓക്കെ, ആ 4 കാര്യങ്ങൾ, കോർ ടെക്നിക്കൽ സ്കിൽസ്, നിങ്ങളെ പ്രൊജക്ട്സ് കാര്യങ്ങൾ, നിങ്ങളെ സോഫ്റ്റ് സ്കില്ല്, പിന്നെ നിങ്ങളെ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ റെസ്യൂമെ. ഓക്കെ, ഇതാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി. ഈ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ നിങ്ങൾക്ക് പല മെത്തേഡ്സും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൂട്ട് ക്യാമ്പിൽ പോയിട്ട് ജോയിൻ ചെയ്തിട്ട് അവിടുന്ന് നിങ്ങൾ പഠിച്ചെടുത്ത് തുടങ്ങാം. ചിലപ്പോൾ അവിടെ ഫുൾ പഠിപ്പിച്ചോളണം എന്നില്ല, അപ്പോൾ നിങ്ങൾ വീണ്ടും സെൽഫ് സ്റ്റഡി ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് ഗ്രാഡ് ഡിപ്ലോമ ചെയ്യാൻ പറ്റും. കമ്പ്യൂട്ടർ സയൻസിനുള്ള വല്ല ഡിപ്ലോമ ഉണ്ടാവും ഇപ്പോൾ, അതായത് ഓൾറെഡി ഗ്രാജുവേറ്റ് ചെയ്ത ആൾക്കാർക്കുള്ളത്. അതിന് ക്രൈറ്റീരിയയിൽ നിങ്ങൾ പണ്ട് ബാച്ചിലേഴ്സിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുണ്ടെന്ന് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു ഡിഗ്രി മതി എന്നേ ഉണ്ടാവുള്ളൂ. ഇത് ചില യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേറൊരു ഓപ്ഷൻ എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾക്ക് തന്നെ അതുപോലെ ഓൺലൈൻ വല്ല സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ പാർട്ട് ടൈം കോഴ്സസോ അല്ലെങ്കിൽ പാർട്ട് ടൈം ബൂട്ട് ക്യാമ്പിലോ അങ്ങനെയും പോയിട്ട് ഇത് പഠിക്കുന്നവരുണ്ട്. ഓക്കെ, എനിവേസ് നിങ്ങൾ എന്തായാലും കുറച്ച് സമയം എടുത്ത് ഇത് പഠിക്കണം. അതൊന്നെങ്കിൽ ബൂട്ട് ക്യാമ്പിൽ പോയി പഠിക്കുക, അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കുക, എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം.
നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ഡൊമെയിനിൽ നിന്നാണോ വരുന്നത് വെച്ചാൽ ആ ഡൊമെയിൻ നോളജ് നിങ്ങൾ ഇവിടെ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ടീച്ചറാണ്, അപ്പം നിങ്ങളൊരു ടീച്ചറാണ്, നിങ്ങൾക്ക് ഒരു ഐ ടിയിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ഐ ടിയിൽ കയറുമ്പോൾ ഞാനൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം അങ്ങനെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു തോട്ട് പ്രോസസ്സിൽ വരരുത്. ഓക്കെ, നിങ്ങൾക്ക് കോഡിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടമായിക്കാരും, പക്ഷേ ബെറ്റർ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു എഡ്ടെക് കമ്പനിയിലേക്ക് നിങ്ങൾക്ക് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ ഒരു ഡെവലപ്പർ ആയി കഴിഞ്ഞാൽ അവിടെ വാല്യൂ കൊടുക്കാൻ പറ്റും നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ടിങ് ഫേമിൽ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഫിൻടെക് കമ്പനിയിലേക്ക്, ഒരു ഫിൻടെക് സ്റ്റാർട്ടപ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് കൊടുക്കാൻ പറ്റുക. അപ്പം നമ്മളെ നിഖിൽ കമ്മത്തിനൊക്കെ പോലത്തെ ആൾക്കാർ അവരൊക്കെ ട്രേഡേഴ്സാണ്. അപ്പം അവരൊക്കെ കമ്പനിയിലേക്ക് നമ്മളൊരു ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ടെക്നിക്കൽ സപ്പോർട്ടാണ് അവിടെ കൊടുക്കാൻ പറ്റുക. എനിക്ക് വേണമെങ്കിൽ ചിലപ്പോൾ അവിടെ പോയിട്ട് ഒരു ബെറ്റർ സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ എനിക്കൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ആപ്പ് ഡെവലപ്പർ, ഒരു എൻ്റർപ്രൈസ് ആപ്പ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കുറച്ചുകൂടി എങ്ങനെയാണ് നമുക്ക് ഫിനാൻസ് റിലേറ്റഡ് ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ അങ്ങനെ കാണിച്ച് ടെക്നിക്കൽ സൊല്യൂഷൻ കൊടുക്കുന്ന ഒരാളാവുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് കെയറിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ ഹെൽത്ത് ടെക്കിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ വർക്കിൽ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ലാബിൽ കുറേ ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ പ്രോസസ്, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ട് ലാബിൽ ഇത് ഇങ്ങനെ സ്ലോ എന്ന്, പകരം എന്തുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തുകൂടാ, എന്തുകൊണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനൊരു ലാബിൽ ഇങ്ങനെ ടൂൾ വെച്ചുകൂടാ, എന്നാൽ പിന്നെ ഈ ലാബ് വർക്കേഴ്സിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ടൈം കുറച്ചാണ്ട് എനിക്ക് കൂടുതൽ ടൈം ലാഭിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഐഡിയാസ് തോന്നി നിങ്ങൾ ഈ ഹെൽത്ത് കെയർ ടെക് അല്ലെങ്കിൽ ഹെൽത്ത് ടെക്കിലേക്ക് പോയിട്ട് അവിടുത്തെ ടൂൾസും കാര്യങ്ങളും ഡെവലപ്പ് അങ്ങനത്തെ കമ്പനീസിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഡൊമെയിൻ സ്പെസിഫിക് ആ ഡൊമെയിനിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്, ബിക്കോസ് യു ആർ ഫ്രം ദാറ്റ് ഫീൽഡ്. പിന്നെ നിങ്ങൾ ഈ സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ഈ നോളേജ് ഒക്കെ എടുത്ത് അല്ലേ, ഈ 4 ഫൗണ്ടേഷൻ പില്ലേഴ്സ് നിങ്ങൾ പഠിച്ചെടുത്തുകൊണ്ടും ഈ ഡൊമെയിൻ നോളജ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഡിമാൻഡ് കൂടുതലേക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചാൻസസ് കൂടുതലാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ആ ജോബിന് പ്രിപ്പയർ ചെയ്യുക. അപ്പം എട്ടെക്കിന് പോകുന്നതിൽ എട്ടെക്ക്, അല്ലെങ്കിൽ ഫിൻടെക്കിന് പോകുന്നതിൽ ഫിൻടെക്കിന് പോവുക, ഹെൽത്ത് കെയറിൻ്റെ ഹെൽത്ത് ടെക്കിന് പോകുന്നവർ അതിന് പോവുക. അങ്ങനെ വാട്ട് എവർ ഫീൽഡ് ഇറ്റ് ഈസ് അതിലൊക്കെ ടെക്ക് ഉണ്ട്. ടെക്ക് ഇല്ലാത്തൊരു ഡൊമെയിൻ ഇല്ല. അപ്പോൾ അവിടേക്ക് ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് നല്ല റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫൗണ്ടേഷൻ പില്ലേഴ്സ് സ്ട്രോങ് ആണെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ DSAയും കോർ ടെക്നിക്കൽ നോളജ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ജോബ് കിട്ടും. അങ്ങനെ ജോബ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളവിടെ സെറ്റിൽ ആവാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു 1-2 വർഷം കൊണ്ട് അപ്സ്കിൽ ചെയ്യാൻ നോക്കുക. ഒന്നുകിൽ ഒരു ഓൺലൈൻ മാസ്റ്റേഴ്സ് ഡിഗ്രി എടുക്കാം. കാരണം ചില മാസ്റ്റേഴ്സ് ഉണ്ട്, ഇപ്പം മാസ്റ്റേഴ്സ് ഇൻ MSc ഒക്കെ ചിലപ്പോൾ ഇത്ര വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ഓൺലൈനിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ വേരിയസ് സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ AWSൻ്റെ സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ, പ്രൊജക്ട് മാനേജറിൻ്റെ സർട്ടിഫിക്കറ്റ്സ്, അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്കൊരു മാനേജറായിട്ട് പ്രൊമോട്ട് ആവാം, സ്ക്രം മാസ്റ്റർ ആവാം, പ്രൊഡക്റ്റ് മാനേജർ ആവാം, പ്രൊജക്ട് ലീഡ് ആവാം, UI UX QA ഡെവലപ്പേഴ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് പോസിബിലിറ്റീസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ ഫീൽഡിലേക്ക് ഇങ്ങനെ വരാൻ പറ്റും. ഓക്കെ, സോ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഫീൽഡിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ മാനേജർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ഇത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും പറയാം. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇടയ്ക്ക് ഈ നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കണം. ഓക്കെ, ഞാൻ ഈ ലെഫ്റ്റത്തെ മഞ്ഞ നോട്ട്സിലേക്കും ഞാൻ വരണ്ട്. ഈ ലെഫ്റ്റത്തെ മഞ്ഞ നോട്ട്സിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ കരിയർ ചേഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, നോൺ ടെക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർ, ഇപ്പോൾ സെയിൽസ്, മാർക്കറ്റിംഗ്, ടീച്ചിങ്, മെഡിസിൻ, ലോ, ഫിനാൻസ്, ഇവിടെ നിന്നൊക്കെ വരുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ നിങ്ങൾ ഡൊമൈൻ എക്സ്പെർട്ടൈസ് എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യണം, നെറ്റ്വർക്കിംഗ് എങ്ങനെ യൂസ് ചെയ്യണം, പോർട്ട്ഫോളിയോ എങ്ങനെ സെറ്റ് ആക്കണം, സ്റ്റോറി ടെല്ലിങ്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ഓൾറെഡി ടെക്കിലുള്ളവർ, ഇപ്പം QA ടെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ടെക് സപ്പോർട്ട്, ബിസിനസ് അനലിസ്റ്റ്, അല്ലെങ്കിൽ ഡെവോപ്സ്, അങ്ങനെയുള്ളവർക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാം, അതിന് എന്തൊക്കെ ഫോക്കസ് ചെയ്യണം, അതും ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർ, IT അഡ്മിൻസ്, അങ്ങനെയുള്ളവർക്കും എന്ത് വേണമെന്നുള്ളത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഞാൻ എന്തായാലും ഈ സാധനം ഷെയർ ചെയ്യുന്നേക്കാരും കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ ഈ സാധനത്തിൻ്റെ ലിങ്ക് അയച്ചുതരാം. ഓക്കെ, ലിങ്കോ അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ BTech കഴിഞ്ഞു, BCA BSc ചെയ്തവരത് കഴിഞ്ഞു. നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സം എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷേ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കറൻ്റ്ലി നോൺ ITയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഫീൽഡിലേക്ക് എത്താമെന്നുള്ളത് പറഞ്ഞു. ഇനിയാണ് നമ്മൾ ലാസ്റ്റ് കാറ്റഗറി. ഒരു ഡിഗ്രി ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, 12th കഴിഞ്ഞ ശേഷം പഠിത്തം നിർത്തിയ ആൾക്കാർ. ഓക്കെ, 12th കഴിഞ്ഞ് പഠിത്തം നിർത്തിയ ആൾക്കാരുടെ ഇത് ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവർക്കൊക്കെ ഉണ്ട് ഒരു ബോക്സ് എങ്ങനെ വരച്ചതെന്ന് വെച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡ്സ് ഉണ്ട്. എങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ നീല സ്ക്വയറിലേക്ക് എത്താമെന്നുള്ള സ്ട്രെയിറ്റ് ഫോർവേഡ് മെത്തേഡ്സ് ഉണ്ട്. ഇവിടുത്തെ നിങ്ങളുടെ കേസിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്, കുറച്ച് വളഞ്ഞ വഴികളും കൂടുതൽ എഫേർട്സ് എടുക്കാണ്ട്. ഇവരൊക്കെ എടുക്കുന്നതിനേക്കാളും കുറേ എഫേർട്സ് എടുക്കാനുണ്ട്. നിങ്ങളുടെ മാർക്കറ്റും ടൈറ്റാണ്, കോമ്പറ്റീറ്റീവ്, ഈ ആൾക്കാരോടാണ് നിങ്ങളിവിടെ കോമ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവർക്കൊക്കെ സ്കിൽസ് ഉണ്ട്, നിങ്ങൾക്കും സ്കിൽസ് ഉണ്ട്. അപ്പോൾ സ്കിൽസൊക്കെ ഈക്വലായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വാല്യൂ വരുന്നത് എഡ്യൂക്കേഷനും ഈ എക്സ്പീരിയൻസും ഈ ഡൊമൈൻ നോളജിനൊക്കെയാണ്. അപ്പം
പക്ഷേ പേടിക്കണ്ട, നമുക്ക് ബെറ്റർ ആക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും, ജോലി കിട്ടും. ആൻഡ് അതിനുള്ള ഇത് ഞാൻ പറഞ്ഞു. ഓക്കെ. അപ്പോൾ അഗെയിൻ പ്രിപ്പറേഷനാണ്. ആ സെൽഫ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നല്ല ക്ഷമയും നല്ല ഡിസിപ്ലിനും വേണം. ഓക്കെ. പകുതി വഴിയിൽ വെച്ചൊന്നും നിർത്തി പോകാൻ പാടില്ല. ഓക്കെ. അപ്പോൾ നല്ല ഡെഡിക്കേഷൻ ഉണ്ടാവണം, നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ. ഇപ്പോൾ കോളേജിൽ പോയിട്ട് എങ്ങനെയാണോ സ്ട്രക്ചേർഡ് ആയിട്ടും പഠിക്കാം, നമുക്കൊരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്, അതൊക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്ന കൂടെ നമ്മൾ കുറച്ച് സെൽഫ് ലേണിംഗ്. അപ്പം നിങ്ങളും ഇതേ സാധനങ്ങൾ സ്വന്തമായിട്ട് ഒരു സ്ട്രക്ചറിൽ പഠിക്കുക. ഇതിൻ്റെ എല്ലാ റോഡ് മാപ്പും പഠിക്കേണ്ട രീതിയും ഒരു യൂണിവേഴ്സിറ്റി മൊത്തം തന്നെ നമ്മളെ പ്ലാറ്റ്ഫോമിലുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടൊരു സാധനം തന്നെ ഉണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ. അതിൽ കംപ്ലീറ്റ് കരിക്കുലം ഉണ്ട്, പഠിക്കാനുള്ള എല്ലാ റിസോഴ്സസ് ഉണ്ട്, ഒക്കെ ഫ്രീ ആയിട്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാ ലിങ്കിൻ്റെ ഉള്ളിലും ഒക്കെ ഫ്രീ റിസോഴ്സസ് ഉണ്ട്. അപ്പം നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട, അതിൽ പോയി നോക്കി പഠിച്ചാലും മതി. സെൽഫ് ലേണിങ്ങിന് ബെസ്റ്റാണ് ആ സാധനം. അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഫ്രീ കോഡ് ക്യാമ്പ് അല്ലെങ്കിൽ ഓഡിൻ പ്രൊജക്റ്റ്, കോഴ്സെറയിലും യുഡെമിലൊക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ടി വരും. ഈ സെയിം സാധനങ്ങളൊക്കെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആണ്. ഓക്കെ. പിന്നെ ഡോക്യുമെൻറ്റേഷനും ട്യൂട്ടോറിയൽസും കാര്യങ്ങളും നോക്കുക, ബുക്സ് വായിക്കുക. അപ്പോൾ ഈ ബിടെക്കിലും ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സെയിം ബുക്സ് നിങ്ങൾക്ക് ആമസോണിൽ വാങ്ങാൻ കിട്ടും. വാങ്ങുക, പഠിക്കുക, വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ. ഇപ്പം നേരത്തെ പറഞ്ഞ കോർ കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പോർട്ട്ഫോളിയോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ മാക്സിമം കാണിക്കണം. മറ്റവർ ചെയ്തതിനേക്കാളും ബിടെക്കും ബി സിയും അല്ലെങ്കിൽ വേറെ ഡൊമൈനിൽ നിന്ന് വരുന്നവരൊക്കെ ചെയ്യുന്നതിനേക്കാളും ഡബിൾ എഫേർട്ട് അല്ലെങ്കിൽ ട്രിപ്പിൾ എഫേർട്ട് നിങ്ങൾ എടുത്താണ്ട് നിങ്ങൾ കുറച്ചുകൂടിയും അവരെക്കാൾ ഔട്ട്സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ പ്രൊഫൈൽ ഉണ്ടാക്കണം. ഓക്കെ. പിന്നെ നെറ്റ്വർക്കിംഗ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റാവുന്ന ആൾക്കാരോടൊക്കെ കണക്ട് ചെയ്യുക. നമ്മളെ ഫീൽഡിലുള്ള IT വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും മാനേജേഴ്സും റിക്രൂട്ടേഴ്സൊക്കെ ആയിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബന്ധം ഉണ്ടാക്കുക. ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പം ചിലയിടത്തൊക്കെ ഇങ്ങനെ ഈ ടെക് ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പങ്കെടുത്ത് അവിടുന്ന് ആൾക്കാരെ മീറ്റ് ചെയ്ത് അവരുടെ ലിങ്ക്ഡിൻ നെറ്റ്വർക്ക്സ് ഒക്കെ വാങ്ങി അവരുടെ ഒരു ചെറിയൊരു ബന്ധം എപ്പോഴും ഉണ്ടാക്കി വെക്കുക. ഒക്കെ അത് നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ കൂടെ ചെയ്യേണ്ട കുറച്ച് കാര്യം, നിങ്ങളൊരു കോഡിംഗ് ബൂട്ട് ക്യാമ്പിൽ പോയി ജോയിൻ ചെയ്തിട്ട് അവിടുന്നും പഠിക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ ഈ സെൽഫ് ലേണിംഗ് പറ്റുന്നില്ലെങ്കിൽ ഒരു ബൂട്ട് ക്യാമ്പിൽ പോവുക. ആ ബൂട്ട് ക്യാമ്പിൽ അറ്റ്ലീസ്റ്റ് സ്ട്രക്ചർഡ് കരിക്കുലം ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുക. ഓക്കെ. ആകെയുള്ള ഒരു പ്രശ്നം അവിടെ ഭയങ്കര പൈസയൊക്കെ കാര്യം ചിലപ്പം, പിന്നെ ക്വാളിറ്റി ഡിപ്പെൻഡ്സ് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു കരിക്കുലം ബേസ് ചെയ്ത് പഠിക്കണമെങ്കിൽ അവിടെ പോയിട്ട് പഠിക്കാം. ഓക്കെ. ഒരു 6 മാസത്തിൻ്റെ അല്ലെങ്കിൽ 8 മാസത്തിനൊക്കെ പരിപാടി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 4 സാധനം ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ബൂട്ട് ക്യാമ്പ്, പിന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ ഫൗണ്ടേഷണൽ പില്ലേഴ്സ്. നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ പില്ലർ എപ്പോഴും അല്ല, എല്ലാവരും ഏത് പാത്ത് എടുത്തു കഴിഞ്ഞാലും ഫൗണ്ടേഷൻ പില്ലേഴ്സ് ഇല്ലാത്ത പാത്ത് ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ ഫൗണ്ടേഷൻ പില്ലേഴ്സ് മനസ്സിലാക്കുക, പഠിക്കുക, അത് ലൈക്ക് സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ. പിന്നെ റെസ്യൂമേ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക, മറക്കരുത്. റെസ്യൂമേ എങ്ങനെ ഉണ്ടാക്കണം വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ സർട്ടിഫിക്കേഷനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കേഷന് ഇവിടെ വാല്യൂ ഉണ്ട്. കാരണം മറ്റുള്ളവരെക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേറെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ മാക്സിമം സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക. കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, എസ്പെഷ്യലി ആമസോണിൻ്റെ സൈറ്റിൽ, ഗൂഗിളിൻ്റെ സൈറ്റിൽ, മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിലൊക്കെ ഉണ്ട്. അപ്പം പറ്റാവുന്ന നല്ലതായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ചെയ്യുക, റെലവൻ്റ് ആയിട്ടുള്ള. ഓക്കെ. അപ്പോൾ ഈ 4 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോബ് പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പോൾ ജോബ് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് അങ്ങനെ ചിലപ്പം ഒരു ഡെവലപ്പർ റോൾ തന്നെ കിട്ടണം നിർബന്ധം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടെക് സപ്പോർട്ട് ആവാം, ചിലപ്പോൾ ഒരു അനലിസ്റ്റ് ആവാം, ബിസിനസ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റോ ഒക്കെ ആവാം, ചിലപ്പോൾ QA ടെസ്റ്റർ ആവാം, ചിലപ്പം ഒരു പ്രൊജക്റ്റിൻ്റെ കോർഡിനേറ്റർ ആവാം, സപ്പോർട്ട് ഡെവലപ്പർ ആവാം. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെവലപ്പർ റോൾ തന്നെ കിട്ടും. ഓക്കെ. അങ്ങനെ നിങ്ങൾക്കൊരു ജോബ് കിട്ടി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ വീണ്ടും അപ്സ്കിൽ ചെയ്യുക. നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കാൻ ഇതിനൊന്നും ഓപ്ഷൻ ഇല്ല. കാരണം നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് മാസ്റ്റേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാൻ പറ്റുന്ന 2 രീതികൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഏജ് ലിമിറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഓൺലൈനിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി എന്തെങ്കിലും ചെയ്യുക. ഓക്കെ. ഒരു BCAയോ BSc അങ്ങനെ എന്തെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ഓൺലൈനിലോ പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഓക്കെ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ കോഴ്സസ് ഒക്കെ എടുത്താണ്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ആ ഒരു ഡൊമൈൻ നോളജ് നല്ലോണം ഉണ്ടാക്കുക. അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസും ചെയ്യുക. ഓക്കെ. ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഡെവലപ്പറായിട്ട് പ്രൊമോഷൻ കിട്ടും, ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രം മാസ്റ്റർ ആവാൻ പറ്റും, ചിലപ്പോൾ പ്രോഡക്റ്റ് മാനേജറോ പ്രൊജക്ട് മാനേജറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടാനും നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനും പറ്റും. ഓക്കെ. ഇതൊരു സൈക്കിളാണ്. ഈ സൈക്കിൾ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ട് വെക്കുക. നിങ്ങൾ എന്ത് റോളാണ് 2-3 കൊല്ലം കൊണ്ട് അപ്സ്കിൽ ചെയ്യുക, വീണ്ടും പ്രൊമോഷനും കാര്യങ്ങൾ മേടിക്കുക, വീണ്ടും അപ്സ്കിൽ ചെയ്യുക, പ്രൊമോഷൻ. അപ്പോൾ ആ ഒരു സൈക്കിൾ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള നോട്ട്സും കാര്യം ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഒരു ഫൈനൽ തോട്ട്സ് എന്താ വെച്ചാൽ, ആർക്ക് വേണമെങ്കിലും ഒരു ഡെവലപ്പർ ആവാം, ആർക്ക് വേണമെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റും. പക്ഷേ ഇത് പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. ഇതിന് ക്ഷമ വേണം, ഇതിന് എഫേർട്ട് ഇടണം. ഇതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ ഫൗണ്ടേഷണൽ പില്ലേഴ്സ് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏത് ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടും കാര്യമില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഫൗണ്ടേഷൻ പില്ലേഴ്സ് എന്തായാലും പഠിക്കണം, അതിനുള്ള എഫേർട്ട് ഇടണം, കൺസിസ്റ്റൻസി ആണ്. ഇപ്പോൾ DSA ഒക്കെ ഉണ്ടോ, ഡെയിലി ചെയ്താൽ DSA ഒക്കെ നമ്മളെ തലയിൽ പാറ്റേൺസ് റെക്കഗ്നേഷൻ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എഫേർട്ട് എടുത്ത് ടൈം മാനേജ് ചെയ്ത് കാര്യങ്ങൾ നടത്തണം. ഓക്കെ. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ഹെൽപ്പ് ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ആവണമെന്നില്ല, നമ്മളെ വീക്കോടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ഉണ്ട് അതിൽ പോവുക. നിങ്ങൾ എപ്പോഴും പാഷനേറ്റ് ആൻഡ് ക്യൂരിയോസിറ്റി ഉണ്ടാവണം. അതായത്
എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി വെച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നടക്കും. അപ്പോൾ ഈ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാനിത് അയച്ചുതരാം. ഈ ഫുൾ സാധനം ഇതുപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു മൈൻഡ് മാപ്പ്. എനിക്കറിയാം അത് കുറച്ച് വലുതാണ്. നിങ്ങൾക്ക് ഇത് കാണണം അല്ലെങ്കിൽ ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. പറ്റുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ റീച്ച് കൂട്ടുക, കൂടുതൽ ആൾക്കാർ വരട്ടെ. കൂടുതൽ മിസ് ഇൻഫർമേഷൻ ഉള്ള ഈ കാലത്ത് ഇപ്പം ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആമസോൺ ഡ്രോപ്പ് ഷിപ്പ് ചെയ്ത ആൾക്കാർ വരെ ഇപ്പോൾ ഒരു AI എക്സ്പെർട്ടായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന കാലമാണ്. അതുപോലെ ഏതെങ്കിലുമൊക്കെ കോഴ്സ് ChatGPTയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നൊക്കെ വഴി ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിട്ട് കോഴ്സ് വിറ്റാണ്ട് നിങ്ങൾ വലിയ ഇതിലാവുന്ന, നിങ്ങൾ വലിയൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ അല്ലെങ്കിൽ AI എക്സ്പെർട്ടോ എന്നൊക്കെ പറഞ്ഞ് പലതരം മിസ് ഗൈഡൻസും കാര്യങ്ങളും കൊടുക്കുന്ന ഒരു കാലഘട്ടം നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയനും ഇതുപോലെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങളാണ് ഈ ഓരോ വീഡിയോസിന് ബാക്കിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഒന്നിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ലിങ്കോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ വീഡിയോ ഇതുവരെ കണ്ട് ഇവിടെ വരെ എത്തിയ നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ ഉള്ളിലുണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയിൽ എത്തണം എന്ന് ആഗ്രഹമുള്ളവരാണ് നിൽക്കറിയാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്യാൻ നോക്കും. അതിനുള്ള ഗൈഡൻസും റിസോഴ്സും ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ നോക്കും. അതുപോലെ നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്തൊക്കെ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പം എല്ലാവരും ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.